സ്വല്പം ഉപ്പ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വില്ലേജ് കുക്കിംഗ് വൈബിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ പപ്പായ മരം, നമ്മുടെ പല വീഡിയോകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ പപ്പായ മരം ഞങ്ങളുടെ നാട്ടിൽ ഓമക്കായ എന്ന് പറയും. ഈ ഓമക്കായ ചെറുതായിരുന്നു, ഇപ്പോൾ വലുതായിട്ട് മൂത്ത് പാകം ആയിക്കണ്, പഴുത്തിട്ടില്ല, മൂപ്പെത്തിയേക്കണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ പപ്പായ നമ്മൾ ഇതിൽ നിന്ന് വലുത് നോക്കിയിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കണം. എന്നിട്ട് അതൊരു അടിപൊളി ബജി രൂപേണ നമുക്ക് പൊരിച്ച് എണ്ണയിൽ വറുത്തെടുക്കുക. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആ വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ പപ്പായ കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന്. അപ്പോൾ പപ്പായ നമുക്ക് പൊട്ടിച്ചെടുത്തിട്ട് അടിപൊളിയായിട്ട് നമുക്ക് അത് എണ്ണയിൽ വറുത്തെടുക്കുന്ന വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ വീഡിയോക്ക് താഴെ രേഖപ്പെടുത്തുക. പാകമായത് നോക്കിയിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് പപ്പായ പൊട്ടിച്ചെടുക്കാം. ആ പപ്പായൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കണ്ട അടിപൊളിയായിട്ട് പപ്പായ ഇതൊന്ന് കഴുകിയെടുക്കാം. ഇതിൻ്റെ ഈ ചുണങ്ങ് മേലായാലും ചൊറിച്ചിൽ വരും. അപ്പോൾ നമുക്ക് പപ്പായ ഒന്ന് കഴുകിയെടുക്കാം. നല്ല വലുപ്പമുള്ള പപ്പായട്ടാ, നല്ല വലുപ്പമുണ്ട്. കണ്ട നല്ല വലുപ്പമുള്ള പപ്പായാണ്. നമ്മുടെ പഴംപൊരിക്കൊക്കെ പഴം കട്ട് ചെയ്തെടുക്കില്ലേ, അതേ രൂപത്തിൽ നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ള പരിപാടികൾ നോക്കാം. തോല് ഇതേപോലെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ പീസ് നല്ല പഴംപൊരിക്കൊക്കെ നമ്മൾ കട്ട് ചെയ്യില്ലേ, അതേപോലെ കട്ട് ചെയ്തെടുക്കാം. മുറിച്ചിട്ട് ഇതേമാതിരി ആക്കിയിട്ടുണ്ട്. പപ്പായ ഇങ്ങനെ ഇതേപോലെ നമ്മുടെ നേന്ത്രപ്പഴമൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചെറിയ മസാല ഇട്ട് കൊടുക്കണം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, സ്വല്പം ഉപ്പ്. ഇനി ഇതൊന്ന് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് വരെ നമുക്ക് മസാല പിടിക്കട്ടെ. നമുക്ക് അപ്പോഴത്തിന് ബജിക്കുള്ള മാവ് ഉണ്ടാക്കാം. എണ്ണയിൽ വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മുട്ട ബജിയൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ മുട്ട ബജിയും കായ ബജിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ മസാല ഉണ്ടാക്കുക. നമുക്ക് കടലമാവ്, അരിപ്പൊടി, ഇപ്പം മൈദമാവ് സ്വല്പം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്, കായം, ബേക്കിംഗ് സോഡ സ്വല്പം, പാകത്തിന് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി നമ്മൾ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാല പൊടിച്ചെടുത്ത് സ്വല്പം, എന്നിട്ട് ഇളക്കി സെറ്റാക്കി എടുക്കാം. മാവ് സെറ്റായിട്ട് കേട്ടോ, ഒരു കുറച്ചേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗ വെച്ചിട്ടുണ്ട്, കത്തിച്ച് കൊടുത്തിട്ട് സ്റ്റൗ കത്തിയിട്ടുണ്ട്. നമുക്ക് ഉരുളി വെച്ച് കൊടുക്കട്ടോ. ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളി ഒന്ന് ചൂടാകട്ടെ. ഉരുളി ചൂടാക്കി നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം, ഓയിൽ ഒഴിച്ച് കൊടുക്കാം. മാവൊന്നൊന്ന് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് എണ്ണയിൽ ഇട്ട് കൊടുക്കാം.
അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ നമ്മുടെ പപ്പായ ബജി പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ചൂടിട്ടാ പൊരിച്ച് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല. നല്ല ക്രിസ്പിയാണ്. മോട്ടോർ കെച്ചപ്പ് സോസ്, ടൊമാറ്റോ കെച്ചപ്പിൽ കുറച്ച് കെച്ചപ്പിൽ മുക്കിയിട്ട് അടിപൊളി ടേസ്റ്റ് ഇട്ടാ. നമ്മുടെ കായ ബജിയുടെ ടേസ്റ്റ് അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇത്രയും കാലം ഈ ഓമക്കായ അഥവാ പപ്പായ ഇവിടെ ഉണ്ടായിട്ട് ഇങ്ങനെ ഒരു സംഭവം നമുക്ക് അറിഞ്ഞിരുന്നില്ല. എന്തായാലും അടിപൊളി. നമ്മുടെ പഴംപൊരിയൊക്കെ പോലെ മധുരമില്ല എന്നുള്ളൂ. അടിപൊളി ടേസ്റ്റ് കേട്ടോ. വെറൈറ്റി ആയിട്ട് അടിപൊളി ടേസ്റ്റ് പപ്പായ ബജി. അപ്പോൾ പുതിയൊരു അടിപൊളി കുക്കിങ്ങുമായി അടുത്ത വീഡിയോയിൽ കാണാം.